ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതിലേക്കുണ്ടല്ലോ അത് നന്നായിട്ട് കുറുകിയതാ ഇതേപോലെ ആയിട്ടുണ്ട്. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? പോയോട്ടെ. ഇന്ന് ഞാനുണ്ടല്ലോ പുളിഞ്ചിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുളിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയാൽ 100 ഗ്രാം പുളി നമ്മളിതാ ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ പുളി ഉണ്ടല്ലോ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ പുളി പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളത്തിലെങ്കിലും വേണം ഈ പുളി പിഴിഞ്ഞ് നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതാ പുളി നന്നായിട്ട് ഇതാ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ അമർത്തി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇപ്പം നോക്കിയാൽ നമ്മളിതാ പുളിയൊക്കെ ഇതേ നന്നായിട്ട് കൈ കൊണ്ട് ഇതാ പിഴിഞ്ഞെടുത്തപ്പോൾ നല്ല കട്ടിയുണ്ട് കണ്ട. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇതാ പുളി നോക്കിയാൽ നന്നായിട്ട് പിഴിഞ്ഞ് ഒരു 4 ഗ്ലാസ് വെള്ളത്തിലാട്ടോ നമ്മൾ ഈ പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് ഒരു ചീനിച്ചട്ടി നമുക്കിത് അടുപ്പത്ത് കയറ്റാം. ഈ ചീനിച്ചട്ടി ഉണ്ടല്ലോ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടി ഇത് നന്നായി ചൂടായി വന്നു. അതിലേക്ക് നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഇതാ നന്നായിട്ട് ചൂടായി വന്നു. അതിലേക്ക് നമ്മളിതാ കടുകിട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ കടുകാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. കടുകൊന്ന് പൊട്ടി തുടങ്ങി. നമ്മൾ അതിലേക്ക് ഇതാ ഒരു 2 വറ്റമുളക് നടുമുറിച്ചിട്ടിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ അതിലേക്ക് ഇതാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാ ചെറിയൊരു കൊത്ത് നാളികേരം കേട്ടോ. കാരണം കുറച്ചിങ്ങനെ അരിഞ്ഞത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 1 ടീസ്പൂണിൻ്റെ അടുത്തേക്കുണ്ടാവും. അപ്പോൾ അതിട്ട് കൊടുക്കാം. നാളികേരമൊക്കെ കൊത്തിട്ടിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരട്ടെ കേട്ടോ. നാളികേരം കൊത്തൊക്കെ ഇട്ടതാ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്നു തുടങ്ങി. അപ്പോൾ അതിലേക്ക് നോക്കിയാൽ ചെറുതായി അരിഞ്ഞ് നമ്മൾ 1 ടീസ്പൂണ് ഇഞ്ചിയാണ് കേട്ടോ. ചെറുതാക്കി അരിഞ്ഞ് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇതാ ഒരു 3 പച്ചമുളകും നമ്മളിത് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇതാ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച് നമ്മുടെ പുളിവെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതിലേക്കുണ്ടല്ലോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിത് കുറച്ചിട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കതിലേക്കിതാ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മുളക് പൊടി. പിന്നെന്താ ഇതേ കണ്ട 1/4 ടീസ്പൂണിൻ്റെ അത്ര എടുത്തിട്ടില്ല കേട്ടോ. അതിനേക്കാളും കുറവായിട്ട് എടുത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ പുളിവെള്ളം നന്നായി തിളച്ച് കുറുകി വരണം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറുകി വരുമ്പോൾ നമ്മൾ നിർത്താതെ തന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും വേണം കേട്ടോ. പുളിവെള്ളം ഇതാ തിളച്ച് ഇതാ ചെറിയ രീതിയിൽ ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് നോക്കിയാൽ 1 അച്ച് ബെല്ലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതായത് ഈ അച്ച് ബെല്ലത്തിൽ മണ്ണോ അങ്ങനെയുള്ള കരടുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ടിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നേരെ മറിച്ച് നമുക്ക് ഒരു കരട് ഉള്ളൊരു ബെല്ലാണെങ്കിൽ നിങ്ങൾ ഇടുമ്പോൾ ബെല്ല് ഉരുക്കിയതിന് ശേഷം അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു കഷ്ണം ബെല്ലും ഇതിൽ തന്നെ കിടന്ന് തിളക്കിനോട് കൂടി തന്നെ ഉരുക്കി വരും. നോക്കി നമ്മുടെ ബെല്ലൊക്കെ ഉരുക്കി ഇതാ വന്നിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഒന്നും കൂടി കുറുകി വരാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ അടിയിൽ പിടിക്കും. അപ്പോൾ അത് മറക്കരുത്, ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇപ്പോൾ നോക്കി നമ്മുടെ പുളിഞ്ചി റെഡി ആയിട്ട് അത് നന്നായിട്ട് കുറുകിയതാ ഇതേപോലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഇതിലിരുന്ന് ഇപ്പോൾ ചട്ടിയായ കാരണം എൻ്റെ ഇതിലിരുന്ന് ഒന്നും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ നിർത്തണം കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിഞ്ചി റെഡിയായി. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷായറ്റിനെ വിളിക്കട്ടെ കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ ഇപ്പുറത്തേക്ക് ഇറക്കി വയ്ക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തളച്ചുകൊണ്ടേ ഇരിക്കുക. പുളിഞ്ചി പിന്നെ ചൂടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, അടിപൊളിയാണ്. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുളിഞ്ചി തന്നെ
കഴിക്കാനും. ഞാൻ ഇഞ്ചൻ പുളി എന്ന് പറയാം ചെറുപ്പത്തിലൊക്കെ. ഇവിടെ മക്കൾക്കൊക്കെ ഇത്തിരി മധുരം കൂടുതൽ വേണം പുളിഞ്ചി കഴിക്കുമ്പോൾ. അവരിങ്ങനെ വെറുതെ കൈ കൊണ്ട് തോണ്ടുകൊണ്ടിരുന്നു. ഇതിങ്ങനെ ഒരു നാളിരുമ്പത്തിൻ്റെ ചെറുത് കിട്ടും, അത് ഭയങ്കര രസമാണ് കഴിക്കാൻ. അപ്പോൾ നിർത്തല്ല, എല്ലാവരും ഇത് ഉണ്ടായിക്കോളട്ടെ, അത്ര രസമായിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാണ്.